അപ്പോൾ മക്കളെ നമ്മൾ അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകുകയാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ, വളരെ ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ വളരെ ചെറിയ ചാപ്റ്ററാണ്, അപ്പൊ പെട്ടെന്ന് തീരും. അപ്പൊ നമുക്ക് നോക്കാം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കുട്ടികൾ എങ്ങനെ ഉണ്ടാകാം എന്നുള്ളത് പഠിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കൂ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ഈ ഒരുപാട് കുട്ടികൾ ഉണ്ടായാൽ, അതായത് പോപ്പുലേഷൻ എല്ലാവരും ഇങ്ങനെ പെറ്റുപെരുകാനുള്ള പ്രശ്നം എന്താണ്? ഇന്ത്യയുടെ വലിപ്പം കൂടുന്നില്ലല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ നേരിട്ട ഒരു വലിയൊരു പ്രശ്നമാണ് ജനസംഖ്യ. ഭയങ്കരമായിട്ടുള്ള ജനങ്ങളുണ്ട്, ഇവർക്ക് എല്ലാവർക്കും തിന്നാൻ കൊടുക്കണം, ജോലി കൊടുക്കണം. അപ്പൊ അതൊക്കെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോ അന്നത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് കൊണ്ടുവന്നു. ഫാമിലി പ്ലാനിങ്. ഇന്ന് ഫാമിലി പ്ലാനിങ് അറിയപ്പെടുന്നത് ഈ ഒരു പേരില, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, RCH പ്രോഗ്രാം എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സെക്സിനെ പറ്റിയൊക്കെ ധാരണ ഉണ്ടാകാം. ഒരു പക്ഷെ അത് ശരിയായ ധാരണയാകാം, അല്ല തെറ്റായ ധാരണയായിരിക്കാം. അപ്പൊ ആളുകൾക്ക് തെറ്റിദ്ധാരണ സെക്സിനെ പറ്റി വന്നാൽ അതും പ്രശ്നമാണ്. അപ്പൊ ആളുകൾക്ക് സെക്സിനെ പറ്റി ശരിയായിട്ടുള്ള ധാരണ ഉണ്ടാകണം. അപ്പോ മിത്ത് ആൻഡ് മിസ്കൺസെപ്ഷൻസുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്സ് എഡ്യൂക്കേഷൻസുകൾ എന്ത് ചെയ്യണം? സ്കൂളുകളിൽ കൊണ്ടുവരണം. അപ്പൊ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, അതൊക്കെ ഈ RCH പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് വേണ്ട രീതിയിലുള്ള എന്താണ് ഈ പറയുന്ന പ്രഗ്നൻസി സപ്പോർട്ട്, അവർക്ക് പ്രഗ്നൻസി സമയത്ത് അവർക്ക് കെയർ കൊടുക്കണം. അതുപോലെ തന്നെ പ്രസവിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന കറിയിൽ നിന്നും കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ എടുത്ത് കളയാൻ പറ്റുമോ? അവർക്ക് സ്റ്റിൽ നമുക്ക് വീണ്ടും പരിഗണന കൊടുക്കണ്ടേ? അപ്പൊ പോസ്റ്റ് നാറ്റൽ കെയർ കൊടുക്കണ്ടേ? പോസ്റ്റ് നാറ്റൽ കെയർ കൊടുക്കണം. അപ്പൊ പ്രസവാനന്തര ശുശ്രൂഷ കൊടുക്കണം. അപ്പോ അതൊക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള പല പ്രശ്നങ്ങളും ക്രൈമുകളും ഒക്കെ ഡീൽ ചെയ്യുന്നത് എന്താണ്? അതിനു വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, ബർത്ത് കൺട്രോൾ, ഓക്കെ, ജനസംഖ്യാ നിയന്ത്രണത്തിനെ പറ്റിയൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കോൺട്രസെപ്ഷൻസ്, ഗർഭനിരോധന മാർഗങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഗർഭനിരോധന മാർഗങ്ങൾ, ഗർഭം നിരോധിക്കാനുള്ള മാർഗങ്ങൾ, ഗർഭിണിയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാണ് ഫസ്റ്റത്തത് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്. എന്താ നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്? നാച്ചുറൽ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻട്രപ്റ്റസ് അതായത് വിഡ്രോവൽ മെത്തേഡ്, ലാക്ടേഷണൽ അമിനേറിയ, ഇതൊക്കെ എന്താണെന്ന് പഠിക്കും. പിന്നെ മറ്റൊരു മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. അതിലുള്ളതാണ് കോണ്ടം, ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട്, നമ്മൾ പഠിക്കും. IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, നോൺ മെഡിക്കേറ്റഡ് IUD ഉണ്ട്, കോപ്പർ റിലീസിങ് IUD ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUDകൾ ഉണ്ട്. പിന്നെ ചില സമയത്ത് ഇനി ഗർഭം നിരോധിക്കാൻ വേണ്ടിയിട്ട് ഗുളിക കുടിക്കും, അതിനെയാണ് പിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ സഹേലി ഒക്കെ പഠിക്കും കേട്ടോ. ഇനി ഇഞ്ചക്ഷന്, ഹോർമോൺസ് ഇഞ്ചക്ട് ചെയ്യും ചില ആളുകൾ, അതിനെയാണ്, അല്ലെങ്കിൽ ഹോർമോൺസിന് ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യും, അത് നമ്മൾ പഠിക്കും. പിന്നെ സർജിക്കൽ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, അതായത് ഇനി കുട്ടികളെ വേണ്ട എന്നേക്കുമായിട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മെയിലാണ് വാസക്ടമിയും ഫീമെയിലാണ് ട്യൂബക്ടമിയും ചെയ്യും. ഇതെന്തൊക്കെയാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം നമ്മൾ നാച്ചുറൽ ഒരു ട്രഡീഷണൽ മെത്തേഡ് പഠിക്കാം. നാച്ചുറൽ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. എന്താ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾക്കറിയാം 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും, ഓവം പുറത്തോട്ട് വരും അല്ലെ? ഓവുലേഷൻ നടക്കും. അപ്പൊ ഓവം പുറത്ത് വന്നാൽ ഓവത്തിന് ആര് കാണും? സ്പേം കാണും. അപ്പൊ ഓവവും സ്പേമും തമ്മിൽ കാണാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഈ പറയുന്ന ഈ 14ന്റെ തൊട്ട് മുമ്പും ശേഷമുള്ള ദിവസം. അപ്പൊ ഈ പറയുന്ന 10 മുതൽ 17 വരെയുള്ള ഇത്രയും ദിവസങ്ങളിൽ ഓവവും സ്പേമും പരസ്പരം കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകൾ, കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള മെത്തേഡ്സുകൾ, ഗർഭനിരോധന മാർഗങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ഈ സ്പേമും ഓവവും തമ്മിൽ കാണാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ സെക്സ് ചെയ്താൽ അല്ലെങ്കിൽ കോയിറ്റസ് ചെയ്താൽ കുട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവോയ്ഡ് കോയിറ്റസ് ഫ്രം ഡേ 10 to 17 ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ഇതിനെയാണ് നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇതിനാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് മനസ്സിലായോ? പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, പീരിയഡ്സിലെ ഈ ഒരു ദിവസങ്ങളിൽ നിന്നും സെക്സിൽ നിന്ന് ആബ്സെന്റ് ആവണം. ഓക്കെ, അടുത്താണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ് അതായത് വിഡ്രോവൽ മെത്തേഡ്. എന്ന് വെച്ചാൽ ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് സ്പേം പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, ജസ്റ്റ് ബിഫോർ
വജൈനയിൽ നിന്നും പെനിസ് എന്ത് ചെയ്യുക, അങ്ങ് ഊരുക, വിഡ്രോ ചെയ്യുക. അതിനെയാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ലാക്ടേഷൻ അമിനേറിയ. അമിനേറിയ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അമിനേറിയ എന്ന് വിളിക്കുന്നത്. ലാക്ടേഷൻ അമിനേറിയ എന്ന് പറഞ്ഞാൽ പാല് കൊടുക്കുന്ന സമയത്ത്, ഇന്റൻസ് ലാക്ടേഷന്റെ സമയത്ത്, ഇന്റൻസ് ലാക്ടേഷൻ ആഫ്റ്റർ പാർച്ചുറേഷൻ, പ്രസവത്തിന് ശേഷമുള്ള കാര്യമായി പാല് കൊടുക്കുന്ന സമയത്ത് മെൻസ്ട്രൽ സൈക്കിളും ഓവുലേഷനും ഉണ്ടാവില്ല. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഓവുലേഷൻ, അതിനെയാണ് ലാക്ടേഷൻ അമിനേറിയ എന്ന് പറയുന്നത്. 1 മിനിറ്റ്. അപ്പൊ പ്രസവത്തിന് ശേഷം ആഫ്റ്റർ പാർച്ചുറേഷൻ ഇന്റൻസ് ലാക്ടേഷൻ, കാര്യമായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സമയത്ത് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ബ്ലഡിൽ കൂടുതലായിരിക്കും. അത് ഈ പറയുന്ന മെൻസ്ട്രേഷനെയും ഓവുലേഷനെയൊക്കെ തടയുന്ന ഒരു സാധനം. അപ്പൊ ആ ഒരു ഫേസിൽ, ആ ഒരു കാലത്ത്, പ്രസവിച്ച ഉടനെ കുറച്ച് കാലത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, മെൻസ്ട്രേഷൻ ഒന്നും ഉണ്ടാവില്ല. അതിനെയാണ് ലാക്ടേഷൻ അമിനേറിയ എന്നത്. ആ സമയത്ത് എന്താണ്, സേഫ് പീരീഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു സമയത്ത് കുട്ടി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതാണ് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ നാച്ചുറൽ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ യാതൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല, ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ കുറച്ച് മുൻകരുതലുകൾ മതി. മനസ്സിലായോ? ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ജാഗ്രത പാലിക്കുകയാണ്. അതായത് ഒന്ന് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, മറ്റൊന്ന് കോയിറ്റസ് ഇന്ററപ്റ്റസ്, മറ്റൊന്ന് ലാക്ടേഷണൽ അമിനേറിയ. ഇനി അടുത്തതാണ് ഫിസിക്കൽ ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാരിയർ, തടസ്സം വെക്കുക. സ്പേമും ഓവവും തമ്മിൽ കാണുന്നതിന്റെ ഇടയിൽ നമ്മളൊരു തടസ്സം വെക്കുകയാണ്, ബാരിയർ. അപ്പൊ അതില് ഒന്നാണ് കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തില്ല, പിന്നെ സ്പേമും ഓവവും തമ്മിൽ കാണില്ല. കാരണം കോണ്ടത്തിനകത്ത് പെട്ടുപോകും സ്പേമല്ല കേട്ടോ. കോണ്ടം മെയിലും യൂസ് ചെയ്യാറുണ്ട്, ഫീമെയിലും യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഫേമസ് ആയിട്ട് NCERT പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇത് നിരോധ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അത് ഒരു കോണ്ടം ആണ്, മെയിൽ കോണ്ടത്തിന് എക്സാമ്പിൾ ആണ് നിരോധ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോ ഫിസിക്കൽ ബാരിയേഴ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫിസിക്കൽ ബാരിയേഴ്സിൽ നമ്മൾ പഠിക്കാനുള്ള ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട്. ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം അല്ലെ. ഇതാണ് സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം. ഈ സെർവിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഡിവൈസ് ഇട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡയഫ്രം അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപ്പ്, വാൾട്ട് എന്നൊക്കെ പറഞ്ഞതാണ്. ഇതാണ് ആ സാധനങ്ങൾ കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യും, ആ സെർവിക്സ് കവർ ചെയ്യും. സെർവിക്സ് കവർ ചെയ്താൽ പിന്നെ ഇവിടെ വരുന്ന സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ബ്ലോക്ക് ആയി. അപ്പൊ അതാണ് ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട്. എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പഠിച്ചു വെച്ചോ മക്കളെ, പഠിച്ചു വെച്ചോ, ആവശ്യം വരും. ഇനി അടുത്തതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ, IUD. എന്താ ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ? അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂട്രസിനകത്തോട്ട് കയറ്റി വെക്കുന്ന ഡിവൈസുകളെയാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്? 3 തരത്തിലുള്ള IUD ഉണ്ട്. ഒന്നാണ് നോൺ മെഡിക്കേറ്റഡ് IUD, അടുത്തതാണ് കോപ്പർ റിലീസിങ് IUD, മറ്റൊന്നാണ് ഹോർമോൺ റിലീസിങ് IUD. നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, അതാണ് ലിപ്പേസ് ലൂപ്പ്. എന്താ ലിപ്പേസ് ലൂപ്പ്? ഓക്കെ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പേമിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എക്സാക്ട് മെക്കാനിസം ഒന്നും പഠിക്കാൻ സമയമില്ല. ഓക്കെ. കോപ്പർ റിലീസിങ് IUD എന്ത് ചെയ്യുന്ന വെച്ചാൽ കോപ്പറിനെ റിലീസ് ചെയ്യും. കോപ്പർ ആരെ, സ്പേമിന്റെ കഴിവില്ലാതാക്കും. സ്പേമിന്റെ കപ്പാസിറ്റി, ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ മോട്ടിലിറ്റി, അതിന്റെ വേഗത ഇല്ലാതാക്കും. അപ്പൊ സ്പേം തോറ്റുപോകും, ഓവത്തിന് കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, ഓവത്തിന്റെ അടുത്തെത്താൻ പറ്റില്ല. അപ്പോ കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375, ഇതൊക്കെയാണ് കോപ്പർ റിലീസിങ് IUDയുടെ എക്സാമ്പിളുകൾ. ഇതിൽ CUT, CU7, CU കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് കോപ്പർ ആണെന്നുള്ളത്. പക്ഷെ മൾട്ടിലോഡ് 375 ഓർത്തു വെക്കണം. ലോഡ് കണക്കിന് കോപ്പർ എന്ന് ഓർത്താൽ മതി കേട്ടോ. അതാണ് കോപ്പർ റിലീസിങ് IUD. ഇനി നോൺ മെഡിക്കേറ്റഡ് IUD, ലിപ്പേസ് ലൂപ്പ്. എന്താ ലിപ്പേസ് ലൂപ്പ് എന്ന് പഠിക്കാതെ പോയാൽ നിങ്ങൾ ലൂപ്പിൽ പെട്ടുപോകടോ കേട്ടോ. നോൺ മെഡിക്കേറ്റഡ് IUD. ഇനി അടുത്താണ് ഹോർമോൺ റിലീസിങ് IUD. അതാണ് പ്രൊജസ്റ്റാസെർട്ട്, LNG-20, LPG എന്നൊന്നും കൊണ്ടുപോയി എഴുതല്ലേ മക്കളെ. LNG-20 ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവരൊന്നുമില്ല, ഇവരെന്ത് ചെയ്യും, ഹോർമോണ് റിലീസ് ചെയ്യും. ഹോർമോണ് റിലീസ് ചെയ്യുമ്പോൾ ഈ യൂട്രസ് പിന്നെ ഫെർട്ടിലൈസേഷന് പറ്റാത്തൊരു കോലത്തിലായി മാറും. അപ്പൊ ഫെർട്ടിലൈസേഷൻ അല്ല, ഇംപ്ലാന്റേഷന് പറ്റാത്ത രീതിയിലാവും. അപ്പോ എംബ്രിയോ പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗർഭിണിയാവില്ലല്ലോ കേട്ടോ. അപ്പൊ അതാണ് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ. 3 ടൈപ്പ് ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ് IUD. എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം.
ഇനി അടുത്താണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടോ, ഹോർമോൺസ് ഗുളികയായിട്ട് കുടിക്കുക, അതാണ് പരിപാടി കേട്ടോ. പ്രൊജസ്റ്റാജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റാജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് ഓർ പിൽസ്, ഗുളികയായിട്ട് കുടിക്കുക, അതാണ്. ഗുളികയായി കുടിക്കുമ്പോൾ ഗർഭിണിയാവില്ല, അതാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് സഹേലി. ഇത് പഠിച്ചു വെച്ചോ, ചോദിക്കും. സഹേലി ആരാണ്? സഹലല്ലട്ടാ, സഹേലി ആരാണ്? സഹേലി. സഹേലി എന്ന് പറഞ്ഞാല് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI, ലക്നൌവിലുള്ള CDRI ഡെവലപ്പ് ചെയ്ത ഒരു മരുന്നാണ് എന്ത്, സഹേലി. ഇത് ആഴ്ചയിൽ ഒരു ദിവസം കുടിച്ചാൽ മതി. പക്ഷെ ഇതൊക്കെയാണ് ഡെയിലി കുടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ വീക്ക്ലി ആണ്, വൺസ് എ വീക്ക് ആണ്, വൺസ് എ വീക്ക് പില്ലാണ് കേട്ടോ. അപ്പൊ അതാണ് സഹേലി. ചോദിക്കും, മനസ്സിലായോ? സഹേലി എന്താ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ അതെന്താണ്, ഡ്രഗ് ആണ്, വൺസ് എ വീക്ക് പില്ലാണ്, മനസ്സിലായോ? ഇനി ചില ആൾക്കാർ ഇഞ്ചക്ഷൻ ആയിട്ട് പ്രൊജസ്റ്റാജൻ അല്ലെങ്കിൽ ഈസ്ട്രജൻ കോമ്പിനേഷനെ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാം. ഇതൊക്കെ ഫീമെയിൽസ് ആണ്. മെയിൽസ് കോണ്ടം അല്ലാത്ത, കോണ്ടം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാം ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫീമെയിൽസ് ഒന്ന് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിൽ ഇംപ്ലാന്റുകളായിട്ട് വെക്കാം, ഇംപ്ലാന്റ് ആയിട്ട് വെക്കാം കേട്ടോ. ഇംപ്ലാന്റ് അണ്ടർ ദ സ്കിൻ, ഇതും എന്ത് തന്നെയാണ്, ഇതും ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആണ്. ഇനി അടുത്തതാണ് വാസെക്ടമി, ട്യൂബെക്ടമി. എന്താ വാസെക്ടമി എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ട്യൂബാണ് എന്ത്, വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസിന് കെട്ടുക, അല്ല കട്ട് ചെയ്യുക, കെട്ടിടുക. ടൈഡ് ആൻഡ് കട്ട് ആൻഡ് ടൈഡ്, ഓക്കെ, അതാണ് വാസെക്ടമി. വാസു അല്ല, വാസെക്ടമി. സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ, മെയിലിനെ എന്ത് ചെയ്യാണ്, വന്ധ്യവൽക്കരിക്കാണ്, അതാണ് വാസെക്ടമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഫീമെയിലിനെ ചെയ്യുന്നതിനെയാണ്, ഫീമെയിലിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് എന്ത്, ട്യൂബെക്ടമി. ട്യൂബെക്ടമി എന്ന് പറയുന്നത് എന്താ, ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്നു, കെട്ടിയിടുന്നു, ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്നു, കെട്ടിയിടുന്നു, അതാണ് എന്ത്, ട്യൂബെക്ടമി എന്ന് പറയുന്നത്, ട്യൂബെക്ടമി. അപ്പൊ വാസ് ഡിഫറൻസ് ഇവിടെയും ചെയ്യും, ഇവിടെയും ചെയ്യും, രണ്ടിടത്തും കട്ട് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ട്യൂബും രണ്ടും കട്ട് ചെയ്യും, അതാണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സർവ് ദ കോൺട്രസെപ്റ്റീവ് ഡിവൈസ് ഷോൺ. ഇവിടെ താഴെ തന്നത് ഇത് NCERT-യിലുള്ള ഒരു പിക്ചറാണ്, NCERT-യിലുള്ള ഒരു പിക്ചറാണ് കേട്ടോ. അപ്പൊ NCERT-യിലുള്ള ഇതൊന്ന് നോക്കൂ. അപ്പൊ NCERT-യിലുള്ള ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ഇതെന്താ സാധനം എന്നാ ചോദിച്ചിട്ടുണ്ട്. ഇത് കോപ്പർട്ടി ആണ് കേട്ടോ. ഇത് കോപ്പർട്ടി എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, ഇത് കോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നോക്കണ്ട. ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് ബിലോങ്? ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഇത് കോപ്പർ റിലീസിംഗ് IUD ആണ്. കോപ്പർ റിലീസിംഗ് IUD ആണ് കേട്ടോ. ഇത് കോപ്പർ റിലീസിംഗ് IUD. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രാ യൂട്രിൻ ഡിവൈസ്. IUD തന്നിട്ടുണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിൾ ഏതാണ്? ലിപ്പേസ് ലൂപ്പ്. എന്താ? ലിപ്പേസ് ലൂപ്പ്. കോപ്പർ റിലീസിംഗ് IUD കോപ്പർ ടി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിലോഡ് 375 പറയാം. ഇനി ഹോർമോൺ റിലീസിംഗ് IUD പ്രൊജസ്റ്റാസേർട്ട്, ഏതാണ്? പ്രൊജസ്റ്റാസേർട്ട് പറയാം. ഓക്കെ, പ്രൊജസ്റ്റാസേർട്ട് പറയാം, അല്ലെങ്കിൽ LNG-20 പറയാം കേട്ടോ. അപ്പൊ പ്രൊജസ്റ്റാസേർട്ട് അല്ലെങ്കിൽ LNG-20 പറയാം. പ്രൊജസ്റ്റാസേർട്ട് ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ. അതാ പ്രൊജസ്റ്റാസേർട്ടും LNG-20 കേട്ടോ. ഇത് പഠിച്ചു വെക്കണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ദ നെയിം ഓഫ് ദ ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ CDRI. അപ്പൊ CDRI ഡെവലപ്പ് ചെയ്ത ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഏതാണ് ചോദ്യം. അതാരാണ്? സഹേലിയാണ്. ഏതാണ്? സഹേലി. ചോദിക്കും, സഹേലി. ഓക്കെ, ഇനി കാറ്റഗറൈസ് ദ ഗിവൺ ബർത്ത് കൺട്രോൾ മെത്തേഡ് ഇൻ ടു 3 ഗ്രൂപ്സ് വിത്ത് പ്രോപ്പർ ഹെഡ്സ്. അപ്പൊ ഹെഡിങ്ങോട് കൂടിയിട്ട് ഇതിനെ മൂന്നായിട്ട് ഇതാക്കാൻ. അപ്പൊ സെർവിക്കൽ ക്യാപ്പ്, ഇതെന്താ സാധനം? സെർവിക്കൽ ക്യാപ്പ് ബാരിയർ ആണ്. ഇത് സെർവിക്കൽ ക്യാപ്പും അതുപോലെ തന്നെ കോണ്ടവും. അപ്പൊ അതിന്റെ താഴെ അത് എഴുതണം. സെർവിക്കൽ ക്യാപ്പും കോണ്ടവും അതിന്റെ താഴെ എഴുതണം. ഇനി അടുത്തത് സെർവിക്കൽ ക്യാപ്പ് ഉണ്ട്, ഡയഫ്രം ഉണ്ട് കേട്ടോ. ഡയഫ്രം. ഇനി അടുത്തത് IUDക്ക് എക്സാമ്പിൾ ആണ് ഏത്? ലിപ്പേസ് ലൂപ്പ് IUDക്ക് എക്സാമ്പിൾ ആണ്. കോപ്പർ ടി IUDക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ എഴുതണം. അടുത്തത് വാസെക്ടമിയും ട്യൂബെക്ടമിയും അല്ലെ? വാസെക്ടമിയും ട്യൂബെക്ടമിയും എന്താണ്? സർജിക്കൽ മെത്തേഡാണ്. എന്താണ്? സർജിക്കൽ മെത്തേഡാണ് വാസെക്ടമിയും ട്യൂബെക്ടമിയും. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഇങ്ങനെ എഴുതി വെക്കണം. ഇത് ചോദ്യം വരും. ഓക്കെ, ദ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ ഫീമെയിലുള്ള പ്രൊസീജിയറിനെ നമ്മൾ എന്താ വിളിക്കുക? ട്യൂബെക്ടമി. എന്താണ്? ട്യൂബെക്ടമി എന്നാ വിളിക്കുക. മനസ്സിലായി? ഇതാണ് ട്യൂബെക്ടമി. അപ്പൊ ചോദ്യം വരും. ഓക്കെ, ഒബ്സർവ് ദ ഡയഗ്രാം A and B given below. റിലേറ്റഡ് സർജിക്കൽ ഐഡന്റിഫൈ A and B. A എന്താ, B എന്താന്നാ ചോദ്യം. A എന്താ? B എന്താ? ട്യൂബെക്ടമി. A എന്താ സാധനം? ഇത് വാസെക്ടമി. എന്താ? വാസെക്ടമി.
ഈ സർജിക്കൽ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല. ഇതെന്താ സാധനം? വാസ് ഡിഫറൻസ് കട്ട് ആൻഡ് ടൈഡ് എന്ന് എഴുതണം. ഇവിടെ എന്ത് ചെയ്യണം? ഫലോപ്പിയൻ ട്യൂബ് കട്ട് ആൻഡ് ടൈഡ് എന്ന് എഴുതണം. അപ്പൊ ആൻസർ ആയി കേട്ടോ. അപ്പൊ ഈ ആൻസർ എഴുതണം. ഫലോപ്പിയൻ ട്യൂബ് കട്ട് ആൻഡ് ടൈഡ് എന്ന് ട്യൂബക്ടമിന്റെ താഴെയും വാസ് ഡിഫറൻസ് കട്ട് ആൻഡ് ടൈഡ് എന്ന് വാസക്ടമിന്റെ താഴെയും എഴുതുക. അപ്പൊ അതിന്റെ ആൻസർ ആയി. ഇനി അടുത്തതാണ് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അബോർട്ട് ചെയ്യുക, അബോർഷൻ ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത്. അബോർട്ട് ചെയ്യുക, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വെച്ചാല് ഓക്കെ, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടായി. ഒരു ലേഡി, അവള് പ്രതീക്ഷിക്കാതെ അവൾ അങ്ങോട്ട് പ്രഗ്നന്റ് ആയി. അപ്പൊ അവള് പറയണ എനിക്ക് പ്രഗ്നന്റ് ആകണ്ട എന്നങ്ങ് പറയണം അവള്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പൊ ഇത് സാധാരണ രീതിയിൽ അബോർട്ടായി പോവുകയല്ല, അബോഷന് നമ്മളായിട്ട് അങ്ങ് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഡ്യൂസ്ഡ് അബോഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് എപ്പോഴാ ചെയ്യുക? ടു അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസി, പ്രതീക്ഷിക്കാതെ അല്ല ആവശ്യമില്ലാത്തൊരു പ്രഗ്നൻസി വന്നാൽ. ഓക്കെ, അത് എപ്പോ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കാഷ്വൽ ആയിട്ടുള്ള ഇന്റർകോഴ്സിലൂടെ അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടൊക്കെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കലി ഹാർംഫുൾ ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാകും. അതായത് ഡോക്ടർ തന്നെ പറയും ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് അമ്മക്ക് ദോഷമാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ദോഷമാണ്, അല്ലെങ്കിൽ കുട്ടി സർവൈവ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അബോർഷൻ ചെയ്തോളൂ എന്ന് ഡോക്ടർ പറയും. അപ്പൊ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസമാണ് ഇത് സേഫ്. മനസ്സിലായോ? അപ്പൊ ഇത് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റിയ സമയം ഏതാന്ന് ചോദിച്ചാൽ ആദ്യത്തെ 3 മാസം, അതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഓക്കെ, ആദ്യത്തെ 3 മാസം, ഗർഭിണി ആയിട്ടുള്ള ആദ്യത്തെ 3 മാസം. ഇനി എന്താണ് അമ്നിയോസെന്റസിസ്? അമ്നിയോസെന്റസിസ് എന്താന്ന് വെച്ചാല് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഒരു ഫ്ലൂയിഡിനകത്ത് സുഖമായിട്ട് കിടക്കാണ് ഈ കുട്ടി. മനസ്സിലായോ? ഈ ഫീറ്റസ്. അപ്പൊ ഈ ഫ്ലൂയിഡ് ഇല്ലേ, ഈ ഫ്ലൂയിഡിന്റെ പേരാണ് എന്ത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന്റെ പേരാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, അതിന്റെ പേരാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡില് ഈ ഫീറ്റസിന്റെ സെല്ലുകൾ ഉണ്ടാവും. മനസ്സിലായോ? ഈ ഫീറ്റസിന്റെ സെല്ലുകൾ ഉണ്ടാവും. അപ്പൊ അനാലിസിസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, നിങ്ങൾ അനാലിസിസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പഠിച്ചാൽ മതി. അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ അനാലിസിസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് എന്ത്? അമ്നിയോസെന്റസിസ്. അമ്നിയോസെന്റസിസ് എന്താന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണത് എന്താണ്? അനാലിസിസ് ഓഫ് ഫീറ്റൽ സെൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം അമ്നിയോട്ടിക്. അങ്ങനെയൊന്നും പഠിക്കണം. അനാലിസിസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അത് പഠിച്ചാൽ മതി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ കുട്ടിക്ക് എന്തെങ്കിലും ജനിതക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ്. ടു ടെസ്റ്റ് ഫോർ ജനറ്റിക് ഡിസോർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഫീറ്റൽ സർവൈവലിറ്റി, ഫീറ്റൽ സർവൈവ് ചെയ്യോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഈ പറയുന്ന ഡൗൺ സിൻഡ്രോം പോലെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സുകൾ കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷെ പ്രശ്നം എന്താണ്? ഇതിലൂടെ ജീന് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ XX ജീനാണോ XY ജീനാണോ എന്ന് കണ്ടെത്താൻ പറ്റും. എന്ന് വെച്ചാൽ ആണാണോ പെണ്ണാണോ എന്ന് കണ്ടെത്താൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഫീറ്റസിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കും. ഇന്ത്യയിൽ അതിന് സമ്മതിക്കില്ല. ഇന്ത്യയിലെ അമ്നിയോസെന്റസിസിലൂടെ സെക്സ് ഡിറ്റർമിനേഷൻ ഇല്ലീഗലാണ്. കാരണം എന്താ? അത് മിസ്യൂസ് ചെയ്യും, ആൾക്കാർ ദുരുപയോഗം ചെയ്യും. എന്താണ്? ആ കുട്ടി പെണ്ണാണ് എന്ന് കണ്ട പെണ്ണ് വളർന്ന് വലുതായി അതിന് സ്ത്രീധനം കൊടുക്കണം, കെട്ടിക്കണം, ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് അത് അബോർട്ട് ചെയ്തേക്കാം എന്ന് ചിലപ്പോൾ ആളുകൾ തീരുമാനിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ എന്താണ്? ലിംഗനിർണയം, സെക്സ് ഡിറ്റർമിനേഷൻ യൂസിങ് അമ്നിയോസെന്റസിസ് ഈസ് ഇല്ലീഗലാണ്. അപ്പൊ അമ്നിയോസെന്റസിസ് ഇല്ലീഗൽ അല്ല, പക്ഷെ അമ്നിയോസെന്റസിസ് യൂസ് ചെയ്ത് സെക്സ് ഡിറ്റർമിനേഷൻ ഇന്ത്യയിൽ ഇല്ലീഗലാണ്. മനസ്സിലായോ? എന്തിനാണ് ഇത് ഇല്ലീഗലാക്കിയത്? ടു അവോയ്ഡ് മിസ്യൂസ് ഓഫ് എന്താണ്? മിസ്യൂസ് ഓഫ് അമ്നിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ദാറ്റ് ലീഡ് ടു ഫീമെയിൽ ഫീറ്റിസൈഡ്. ഓക്കെ, ഫീമെയിൽ ഫീറ്റിസൈഡിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. അപ്പോ അതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം, ദ അമ്നിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് ഇൻ അവർ കൺട്രി. വാട്ട് ഈസ് അമ്നിയോസെന്റസിസ്? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെ? അനാലിസിസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അതാണെന്ത്? അമ്നിയോസെന്റസിസ്. ഈസ് ദിസ് ബാൻ നെസസറി? ഇത് അൺനെസസറി ആണ്, ഇത് പൊട്ടയാണെന്നൊന്നും പോയി പറയരുത്. ദിസ് ഈസ് നെസസറി എന്ന് തന്നെ പറയണം. ഓക്കെ, യെസ് എന്ന് പറയണം. മനസ്സിലായോ? എന്നിട്ട് പറയണം നിങ്ങൾ എന്താണ്? യെസ്, ദിസ് ഈസ് നെസസറി എന്ന് എഴുതണം. എന്നിട്ട് അതർവൈസ് എന്ത് സംഭവിക്കും? അതർവൈസ് പീപ്പിൾ misuse it and that lead to female
ഫീറ്റിസൈഡ്, ഫീമെയിൽ ഫീറ്റിസൈഡിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് കൊല്ലുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. ഫീമെയിൽ ഫീറ്റിസൈഡിലോട്ട് പോകും കേട്ടോ. ഫീമെയിൽ ഫീറ്റിസൈഡിലോട്ട് പോകും കേട്ടോ. അതാണ് ഫീമെയിൽ ഫീറ്റിസൈഡ്. മനസ്സിലായോ? ഫീമെയിൽ ഫീറ്റിസൈഡിലോട്ട് പോകും. ക്ലിയർ? അപ്പോ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. എന്താണ് STD? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ചിലപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാറുണ്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും പറയാറുണ്ട്, വെനറൽ ഡിസീസ് അല്ലെങ്കിൽ VD എന്നും പറയാറുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം എന്നുള്ളത് നോക്കാം. ഇതെന്താണ് എന്ന് ചോദിച്ചാല്, ഒന്ന് ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്സ്, ക്ലമീഡിയാസിസ്, ജനൈറ്റൽ വാർട്ട്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV, എയ്ഡ്സ്, ഇതൊക്കെയാണ് എന്ത് ഈ പറയുന്ന ഈ അസുഖങ്ങൾ. മനസ്സിലായോ? ഇതൊക്കെയാണ് STDകൾ. ഇത് സെക്സിലൂടെ കിട്ടുന്ന ഡിസീസാണ്. ചിലത് വായുവിലൂടെ കിട്ടും, ചിലത് വെള്ളത്തിലൂടെ കിട്ടും, ചിലത് ഫുഡിലൂടെ കിട്ടും, ചിലത് സെക്സിലൂടെ കിട്ടും. സെക്സിലൂടെ കിട്ടുന്ന ഡിസീസിനെയാണ് STD അല്ലെങ്കിൽ STI എന്നൊക്കെ പറയുന്നത്. ഇതിലൊരു 3-4 പഠിച്ചു വെച്ചോ, ആവശ്യം വരും. ഇതിൽ എന്തായാലും നിങ്ങൾക്ക് HIV പഠിക്കാമല്ലോ, ഹെപ്പറ്റൈറ്റിസ് ബിനെ പഠിക്കാമല്ലോ, വേറെ വേണമെങ്കിൽ നിങ്ങൾ സിഫിലിസിനെയും പിന്നെ വേറെ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചോ. എന്തായാലും 3 എന്തായാലും പഠിക്കണം. കുറച്ചും കൂടി സേഫ് ആയിട്ട് വേണമെങ്കിൽ 4 വരെ മാക്സിമം പഠിച്ചു കേട്ടോ. പറ്റണ എല്ലാം പഠിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇതെന്തായാലും 2-3 എന്തായാലും മിനിമം എന്തായാലും പഠിക്കണം കേട്ടോ. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓക്കെ, കണ്ട ഏതോ ഒരാളുമായിട്ട് പോയി പരിചയപ്പെടുന്നു, സെക്സ് ചെയ്യുന്നു, ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഈ പറയുന്ന ജനൈറ്റൽ റീജിയൻ, ഓക്കെ, ഈ പറയുന്ന പ്രൈവറ്റ് പാർട്ടിൽ ഭയങ്കര ചൊറിച്ചില്, ഇച്ചിങ് വരുന്നു, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, ഫ്ലൂയിഡ് ഒക്കെ വജൈനയിലൂടെ ഫ്ലൂയിഡ് ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു, സ്ലൈറ്റ് പെയിൻ, വേദന വരുന്നു, സ്വെല്ലിങ് വരുന്നു, നീര് വരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഇത് ചെറിയൊരു ചൊറിച്ചിലുണ്ട്, ചെറിയൊരു വേദന ഉണ്ട് എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണാതിരുന്നാൽ, അത് അൺട്രീറ്റഡ് ആയാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരും, PID. എന്ന് വെച്ചാൽ ഇപ്പൊ ഫീമെയിൽസിന്റെ കേസിൽ അവരുടെ യൂട്രസിനും ഫലോപ്പിയൻ ട്യൂബിനൊക്കെ ഇൻഫെക്ഷൻ കയറും, അവിടേക്കൊക്കെ ഇൻഫെക്ഷൻ എത്തും, ഭയങ്കര സീരിയസ് സിറ്റുവേഷനിലോട്ട് പോകും. പിന്നെ ഇൻഫെർട്ടിലിറ്റി വരും. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത വരും, കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ വരും. എക്ടോപിക് പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഫലോപ്പിയൻ ട്യൂബില് സാധാരണ പ്രഗ്നന്റ് ആവില്ല. എവിടെയാ പ്രഗ്നൻസി സംഭവിക്കുന്നത്? എവിടെയാണ് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ കുട്ടി എവിടെ ഉണ്ട്? വളരില്, യൂട്രസിലല്ലേ. പക്ഷെ പകരം ഫലോപ്പിയൻ ട്യൂബിൽ വളർന്നു കണ്ടാവും, ട്യൂബ് പൊട്ടിപ്പോവും. ആ ഒരു അവസ്ഥയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അബോട്ടായി പോകും. സ്റ്റിൽ ബർത്ത്, പ്രസവിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കുട്ടി എന്താണ്, ചത്ത കുട്ടിയായി പോകും, മീൻസ് ജീവല്ലാത്ത കുട്ടി. ജനൈറ്റൽ ക്യാൻസർ വരെ വരും. മനസ്സിലായോ? അപ്പൊ ഈ കണ്ട ആളുകളുമൊക്കെ ആയിട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒരു പരിചയവും ഇല്ലാത്ത പാർട്ണറുമായിട്ടൊക്കെ സെക്സ് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്രിവെൻഷൻ മെത്തേഡ് ചോദിക്കും. അപ്പൊ പഠിക്കുക, അവോയ്ഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അവോയ്ഡ് അൺനോൺ പാർട്ട്നേഴ്സ്. പരിചയമില്ലാത്ത ആൾക്കാരായിട്ടൊന്നും പോയി സെക്സ് ചെയ്യരുത്. പിന്നെ ഓരോരുത്തർ ബെസ്റ്റ് ആണ്, ബോയ് ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളുമായിട്ട് പോയി സെക്സ് ചെയ്യരുത്. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ അവോയ്ഡ് ചെയ്യണം. പിന്നെ അൺനോൺ പാർട്ട്നേഴ്സിനെ അവോയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അവരൊറ്റൊന്നും എന്ത് ചെയ്യരുത്, സെക്സ് ചെയ്യരുത്. ഇനി യൂസ് കോണ്ടം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ കണ്ടോ, ഏർലി സിംറ്റംസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസൾട്ട് ഡോക്ടർ ഏർലി. നേരത്തെ തന്നെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇനി അടുത്തത്, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, STD or STI, major health concern and with incidence reported to be particularly high among the people in the 15 to 24 age group. അപ്പൊ 15-24 വയസ്സ് ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ഇത് എന്ത് STD കൂടുതലായും കാണുന്നത്. തൂക്കിയല്ലോ നാദാ, നിങ്ങളുള്ള ഈ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ STD ഉള്ളത്. നിങ്ങളുള്ള ഈ പ്രായത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ STD ഉള്ളത്. മനസ്സിലായോ? അപ്പൊ സൂക്ഷിക്കുക. STD, STI അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ, അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഈ സാധനം തന്നിട്ടില്ല, അത് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ STD എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, STI എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണെന്നുള്ളത് എഴുതുക. റൈറ്റ് നെയിം ഓഫ് എനി 4 STD. ഓക്കെ, അത് എക്സ്ട്രീമിലാണ്. യൂഷ്വലി 2-3 STDകളാണ് ചോദിക്കാറുള്ളത്. റയർ ആയിട്ട് 4 ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും 2-3 എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ HIV പഠിക്കാം, ഹെപ്പറ്റൈറ്റിസ് ബിനെ പഠിക്കാം, പിന്നെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലുമൊക്കെ സിഫിലിസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ 2 കൂടി എക്സ്ട്രാ പഠിച്ചു വെച്ചോളാം. മെൻഷൻ ദ കീ മെഷേർഡ് ടു ബി ടേക്കൺ ടു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് STD. ഓക്കെ, അപ്പോ പ്രിവെൻഷൻ ഓഫ് STDക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്? ഒന്ന്, അവോയ്ഡ് മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്, അവോയ്ഡ് അൺനോൺ സെക്സ് പാർട്ട്ണർ. പിന്നെന്താ? യൂസ് കോണ്ടം. അടുത്തത് എന്താ നിങ്ങൾ പറയുക? എന്ത് ചെയ്യുക? ഡോക്ടറിനെ ഏർലി ആയിട്ട് കൺസൾട്ട് ഡോക്ടർ ഏർലി. ഓക്കെ, അപ്പൊ അതോട് കൂടിയിട്ട് ആ ടോപ്പിക്കും തീർന്നു.
മനസ്സിലായി? ആ ടോപ്പിക്കും തീർന്നു. ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. ഇതോട് കൂടിയിട്ട് സാധനം തീരും. ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ, ഇൻഫെർട്ടിലിറ്റി ആൻഡ് ആർട്ട്. എന്താണ് ഈ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർട്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ആർട്സ് ആൻഡ് സയൻസിൽ ആർട്ട് അല്ലടോ. ആർട്ട് എന്ന് പറഞ്ഞാൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നാ. എന്താ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി? അതാണ് ആർട്ട്. ഓക്കെ, അപ്പൊ എന്താ ആർട്ട് എന്ന് പറഞ്ഞാൽ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ചോദിക്കും. അപ്പൊ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയുടെ ഭാഗമായിട്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള മെത്തേഡാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി കുട്ടികൾ ഉണ്ടാകാത്ത ആളുകൾക്ക്, വന്ധ്യതയുള്ള കപ്പിൾസുകൾക്ക്, അതായത് കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാകുന്നില്ല, അവർ ഏകദേശം 2 വർഷമായിട്ട് സാധാരണ നോർമൽ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെയ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, കുട്ടികൾ ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻഫെർട്ടൈൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായോ? അവര് ഒരുവിധം എല്ലാ ദിവസവും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടികൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ വന്ധ്യതാ പ്രശ്നങ്ങൾ, ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് IVF ക്ലിനിക്ക് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലുള്ളതാണ് IVF, ഗിഫ്റ്റ്, ICSI, AI തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഏത്? IVF. എന്താ IVF? IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന ഫുൾ ഫോം. എന്താ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. മനസ്സിലായോ? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൽ ഒരു ബേബിനിട്ട് ഇങ്ങനെ വലുതാക്കുന്നതല്ല. പകരം എന്താണ്? ലാബില് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പേമിനെയും ഓവത്തിനെയും ലാബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. അപ്പൊ ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവം വിത്ത് സ്പേം ഇൻ ലബോറട്ടറി, ലാബിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോ അത് സംഭവിച്ചാൽ പിന്നെ അടുത്തത് അതെന്തായി മാറും? അത് സൈഗോട്ടായി മാറും, അല്ലെ? സൈഗോട്ട് സാധാരണ എവിടെ ഉണ്ടാകാന്ന് ചോദിച്ചാൽ ഫലോപ്പിയൻ ട്യൂബിലോട്ടാ. അപ്പൊ അതിനെ നേരെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിഫ്റ്റ് എന്ന്. എന്താ? സിഫ്റ്റ്. അപ്പൊ വാട്ട് ഈസ് സിഫ്റ്റ്? സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിഫ്റ്റ്. മനസ്സിലായോ? സിഫ്റ്റ്. ഓക്കെ, സൈഗോട്ട് അല്ലെങ്കിൽ ഏർലി എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയസ്. നമ്മൾ പറഞ്ഞു സെല്ല് സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യും? അത് അതിനകത്ത് 2 എണ്ണമായിട്ട് അത് മുറിയും, പിന്നെ അത് 4 എണ്ണമാകും, 4 പിന്നെ അത് എന്തായി മാറും? 8 ആയി മാറും, അല്ലെ? അങ്ങനെ ഇതിങ്ങനെ കുറെ എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഇത് 8 വരെ ബ്ലാസ്റ്റോമിയസുകൾ ആകുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ഏർലി എംബ്രിയോ ആണ് എന്നുണ്ടെങ്കിൽ, അതിന്റെ സ്ഥാനം ശരിക്കും എവിടെയാണ്? ഈ പറയുന്ന എവിടെയാണ്? ഫലോപ്പിയൻ ട്യൂബാണ്. അപ്പൊ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് സിഫ്റ്റ് എന്ന് പറയുന്നത്. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഫുൾ ഫോം പഠിച്ചു വെച്ചോ, ചോദിക്കും. എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഫുൾ ഫോം ആണ് ഇവിടെ അധികം ചോദിക്കുക. ഇനി അടുത്തത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. എന്താ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ? എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ്. ഈ ബ്ലാസ്റ്റോമിയസ് ഇത് 8 മുകളിൽ പോയി, 16 ആയി, അല്ലെ അതിന് മുകളിലോട്ട് പോയി. പിന്നെ ഇതിനെ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അതിനെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ പൊസിഷൻ പിന്നെ യൂട്രസ് ആണ്. അപ്പൊ അതിനെയാണ് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? IVF ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പേമിന് ഓവത്തിനെ നമ്മൾ ലാബിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ച് സൈഗോട്ട് ആക്കുന്നു. സൈഗോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഗോട്ടിനെ നമ്മൾ നേരെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് സിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതൊരു വലിയൊരു എംബ്രിയോ ആയി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് യൂട്രസിലോട്ട് മാറ്റണം. അതിനെയാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതാണ് സിഫ്റ്റും IUTയും. ഫുൾ ഫോം പഠിച്ചു വെച്ചോളണം, ഫുൾ ഫോം ചോദിക്കും. അടുത്തത് ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാല്, ഒരു പെണ്ണിന് എന്തുണ്ടാവുന്നില്ല? കനോട്ട് പ്രൊഡ്യൂസ് ഓവം. ഓക്കെ, ഒരു പെണ്ണിന് ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് എന്ത് ചെയ്യണം? ആ പെണ്ണിന് നിങ്ങൾ, ആ ലേഡിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഓവം ഗിഫ്റ്റ് കൊടുക്കണം. ഓവം ഗിഫ്റ്റ് കൊടുക്കണം. അതിനെയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ഗിഫ്റ്റ് ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് അതിനെ പറയാം. ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. മനസ്സിലായോ? ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ ഒരു ലേഡിക്ക് എന്തില്ല? ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ്. ഫെർട്ടിലൈസേഷനും അതേപോലെ തന്നെ പ്രഗ്നന്റ് ആവാനൊക്കെ ഉള്ള എല്ലാ കണ്ടീഷനും, പക്ഷെ ഓവം ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാമേറ്റിന് എന്ത് ചെയ്യുക? ഒരു ഡോണറിന്റെ കയ്യിൽ നിന്ന് ഓവത്തിനെ, ഓവം എന്ന് പറയുന്നതാണല്ലോ ഗാമേറ്റ്, അല്ലെ? ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? സ്പേമിനെയും ഓവത്തിനെയുമാണ് ഗാമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ ഓവത്തിനെ റിസീവ് ചെയ്യുന്നു ഫ്രം എ ഡോണർ. മനസ്സിലായോ? അതിനാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓവം ഉണ്ടാകാത്ത ഒരു ലേഡിക്ക് എന്ത് ചെയ്യുക? ഓവം ഗിഫ്റ്റ് കൊടുക്കുക. അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. മനസ്സിലായോ? ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ICSI എന്ന് തരും, അതിന്റെ ഫുൾ ഫോം ആണ് ചോദിക്കുക. അങ്ങനെ ചോദിക്കുക. മനസ്സിലായോ? ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഓവത്തിലോട്ട് നമ്മൾ ഡയറക്റ്റ്ലി സ്പേമിനെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റും. മനസ്സിലായോ?
സാധാരണ സ്പേം എങ്ങനെയാണ് വജൈനയിലോട്ട് റിലീസ് ചെയ്ത് അത് വജൈനയിലൂടെ സെർവിക്സിലൂടെ യൂട്രസിലൂടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തണം. മില്യൺസ് ആൾക്കാർ വരും, അതിൽ ഭൂരിഭാഗവും ചത്തുപോകും. അതിലാകെ നൂറുകണക്കിന് ആൾക്കാർക്ക് പിന്നെ ഫലോപ്പിയൻ ട്യൂബിൽ ഈ പറയുന്ന ഓവത്തിന്റെ അടുത്തെത്താൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ സ്പേമിനെ നമ്മളെ ഓട്ട മത്സരത്തിനൊന്നും വിടുന്നില്ല. നേരെ പിടിച്ച് ട്രോഫി കൊടുക്കുന്ന പോലെ നേരെ പിടിക്കുന്നു, നേരെ ഈ പറയുന്ന ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. അതിനെയാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു തരം IVF ആണ് കേട്ടോ. ഇനി ഇതൊരു തരം IVF ആണ്. ഇതിനുശേഷം നമ്മൾ പിന്നെ ഗിഫ്റ്റോ എന്തെങ്കിലും ജിഫ്റ്റോ അല്ലെങ്കിൽ IUTO ചെയ്യും കേട്ടോ. ഇനി അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എപ്പോഴാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഒരു മെയിൽ പാർട്ണർക്ക് ഹാവിങ് ഇനബിലിറ്റി ടു ഇൻസെമിനേറ്റ്, അതായത് സെമനെ പുറത്തോട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അല്ല എന്നുണ്ടെങ്കിൽ ലോ സ്പേം കൗണ്ട്, സ്പേമിന്റെ കൗണ്ട് വളരെ കുറവാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ സ്പേം എടുക്കുക. അയാളുടെ സ്പേം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വജൈനയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. AI എന്ന് ചോദ്യം വരും, എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊന്നും പോയി എഴുതരുത് മക്കളെ. എന്ത് എഴുതണം? ഇതിനെ നിങ്ങൾ എന്ത് എഴുതണം? ഇത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊന്നും എഴുതല്ലേ കേട്ടോ. ഇനി അടുത്തത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. വാട്ട് ഈസ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്രസിലോട്ട് നേരെ വജൈനയിലോട്ട് സെമനെ റിലീസ് ചെയ്യുന്നതിന് പകരം യൂട്രസിലോട്ട് നേരെ റിലീസ് ചെയ്യുന്നു. അതിനെയാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇതൊന്ന് ഡെഫിനിഷൻ ഒന്നും ചോദിക്കുന്നതിന് പകരം ഇത് എക്സ്പാൻഡ് ചെയ്യാനാണ് പൊതുവെ ചോദിക്കുക. അല്ലെങ്കിൽ ഇവിടെ സാധനം എന്താന്ന് തരും, ആ മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുക കേട്ടോ. പിന്നുള്ള സറഗസി അറിയാലോ, ദത്തെടുക്കുക. ഇനി കുട്ടികൾ വേണമെന്നുള്ളവർക്ക് ഒരുപാട് ഓർഫൻ ആയിട്ടുള്ള എന്താണ് അനാഥരായ കുട്ടികളുണ്ട്, അവര് ദത്തെടുക്കാം. അതിനെയാണ് നമ്മൾ സറഗസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതോട് കൂടിയിട്ട് നമ്മൾ എന്തായി, ഈ ചാപ്റ്റർ തീർന്നു. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി നോക്കി നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ദ ഫോളോവിങ് അബ്രിവേഷൻ ഫോർ ടെക്നിക്സ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ, നിങ്ങളോട് ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിക്കും. സിഫ്റ്റ് എന്താന്നുള്ളത് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതണം സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ. ഗിഫ്റ്റ് എന്താ? ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ICSI എന്താ? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. പഠിച്ചു വെച്ചോട്ടോ, ചോദിക്കും. സ്പേം ഇഞ്ചക്ഷൻ. IUI എന്താ? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഓക്കെ. IVF എന്താ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇനിയുമുണ്ട് എന്താണ്, ഒന്ന് AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, മറ്റൊന്ന് എന്താണ് ആർട്ട്, ഓക്കെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഓക്കെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ പഠിക്കണം. ഈ ആർട്ടിന്റെ ഫുൾ ഫോമും പഠിക്കണം. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അതും പഠിക്കണം. അടുത്തത് എക്സ്പാൻഡ് ആർട്ട്. ആർട്ട് എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ? അപ്പൊ നിങ്ങൾ പറയണം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയണം. മനസ്സിലായോ? സജസ്റ്റ് ദ ആർട്ട് വിച്ച് മേ ബി സക്സസ്ഫുൾ ഫോർ ഇനബിലിറ്റി ഓഫ് ദ മെയിൽ പാർട്ണർ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ. ഫീമെയിലോട്ട് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മെയിലിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യാം. ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ഓവം. ഒരു പെണ്ണിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്താ ചെയ്യേണ്ടത്? ഗിഫ്റ്റ് കൊടുക്കണം, ഓവം ഗിഫ്റ്റ് കൊടുക്കണം അല്ലെ? അതാണ് ആൻസർ. അപ്പൊ ക്ലിയർ ആണല്ലോ. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകളും എങ്ങനെയാണെന്ന് കണ്ടു. ഇതില് ഈ ഒരു നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം ആവർത്തിച്ച് വരാറുള്ളതാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസുകളെങ്കിലും പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളെങ്കിലും പഠിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം ആവർത്തിച്ച് വരാറുള്ള, എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ഒരു 90-99% സാധ്യതയുള്ള, അല്ലെ ഇതിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ നിന്ന് 100% ഉറപ്പാണ്. ഇതിൽ നിന്ന് ഒരു 3-4 എന്തായാലും വരും. അതിലൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത് എന്തായാലും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.